ഹലോ നമസ്തേ വണക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണ്. സോ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ കാണിക്കാനും മാത്രം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. നോർമൽ നമ്മൾ വീട്ടിലിരിക്കുക, ഭക്ഷണം കഴിക്കുക, വീട്ടിലിരിക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്. അപ്പം അതിന് നമ്മൾ ഒരുങ്ങണം, ഞാനൊരുങ്ങണം, അമ്മ ഒരുങ്ങണം. പക്ഷെ ഇവളില്ല, ഇവള് വർക്കിന് പോവാണ്. പിന്നെ നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് ജിമ്മിന് പോകുന്നുണ്ട്. സോ കാണിക്കാൻ കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ആദ്യം ജിമ്മിന് പോകണം. ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി. ഞങ്ങളിങ്ങനെ കേട്ടോ സാറ്റർഡേ മൺഡേകളിൽ ഞങ്ങൾ കുളിച്ചിട്ടേ ഞങ്ങൾ എന്താണ് വെള്ളം പോലും കുടിക്കുള്ളൂ. അങ്ങനെ ഒരു ചിട്ട ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. മനസ്സിലായി? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ശീലിപ്പിച്ചിരിക്കുന്നത്. അതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിച്ചു, വിളക്കെല്ലാം കത്തിച്ചു, നാമെല്ലാം ചൊല്ലി. ഇനി ഞങ്ങൾ രണ്ടുപേരും ജിമ്മിന് പോവും. അതിനുശേഷം തിരിച്ചു വന്നിട്ട് റെഡി ആവണം, ഭക്ഷണം കഴിക്കണം, കല്യാണത്തിന് പോകണം, സദ്യ ഉണ്ണണം, അങ്ങനെയൊക്കെ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു മുഖമായിരിക്കും. അതെ അതെ, ഗംഗോത്രി വേദിക്സിലെ ആൻറ്റിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടം എടുക്കാറുണ്ട് ഈ ആൻറ്റിക്ക്. അപ്പം അമ്മയ്ക്കും ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളും പോയി ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗംഗോത്രി വേദിക്സ്. ഇതുപോലുള്ള മേക്കപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡേ ലൈഫിനെ കുറിച്ചൊന്നും അല്ല. അത് സ്പിരിച്വലായിട്ടും ആത്മീയമായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ ആണ് അതിനകത്ത് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവരും അത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ, ഇനി സൈക്കോളജി പരമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവളെ സമീപിക്കുക. ഇവളൊരു MSc സൈക്കോളജിസ്റ്റ് ആണ്. മാനസികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ സമീപിച്ചാൽ ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതി. സോ ഇനി ഇങ്ങനെ ഒന്ന് സംസാരിച്ചിരുന്നാൽ ഫുള്ള് ലേറ്റ് ആവും. സോ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ. ജിമ്മിന് പോകാൻ ഞാൻ റെഡിയായി. അപ്പോൾ കല്യാണത്തിന് പോകണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഡെയിലി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ചിട്ട നമ്മൾ ഒരിക്കലും മുടക്കരുത്. സോ പെട്ടെന്ന് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഒരുങ്ങിയിട്ട് കല്യാണത്തിന് പോകണം. ഐ തോട്ട് ഐ വിൽ ടേക്ക് യു ടു മൈ ജിം റുട്ടീൻ. സോ എല്ലാവരും വാങ്ങേ. അങ്ങനെ ജിം വന്നു. ഇതെൻ്റെ കസിൻ അങ്കിത. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ജിമ്മിന് പോകുന്നത്. ഹായ് പറ. പല എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ജിമ്മിൻ്റെ അകത്തേക്ക് പോകാം. ഇന്ന് ജിമ്മിൽ നമ്മൾ ആദ്യം കണി കാണുന്നത് ആരെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അഥവാ കണിയുണ്ടോ, അതൊരു കെണിയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഹായ്, കണ്ടു, ഇതാണ് ഇന്നത്തെ നമ്മുടെ കെണി. ദിസ് ഈസ് മൈ ജിം. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്ക് കുറവാണ്. നമ്മൾ ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു കോച്ചാണ്. ഹായ് പറ. എൻ്റെ വ്ളോഗാണ്. ഞങ്ങൾ ഷൂ ഒക്കെ ഇട്ട് റെഡിയായി. അപ്പം ഇന്ന് ഞങ്ങളുടെ കാർഡിയോ ഡേ ആണ്. കാർഡിയോ ഡേയിൽ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോച്ച് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹായ് കോച്ച്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ചെറിയ ചെറിയ പണി, കാർഡിയോ പണി തരുന്ന കോച്ച്. നമുക്ക് കാർഡിയോ ചെയ്യാം.
എന്നും വരും എന്നും ചെയ്യാമല്ലോ. ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ. നല്ല അടിപൊളി വൈബാണ്. ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, അതെൻ്റെ സ്കൂളാണ്. ഞാൻ +1 +2 പഠിച്ച സ്കൂളാണ്. ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിയ. പിന്നെ ഇവിടുത്തെ സൺസെറ്റ് കണ്ട് ജിം ചെയ്യാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. ജിമ്മെല്ലാം കഴിഞ്ഞിട്ട് ആകെ മൊത്തം ക്ഷീണിച്ച് കുളമാകിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരുങ്ങണം. അപ്പോൾ ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയും കൂടെ കാണാം. ആൻഡ് ബൈ ദ ബൈ എനിക്ക് നല്ല വിശക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ സ്കിന്നൊന്ന് ജസ്റ്റ് പ്രെപ്പ് ചെയ്തു. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കും. കാരണം അதையும் കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ അത് ഭയങ്കര വലിയ വീഡിയോ ആയി പോകും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹെയറിനെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. എപ്പോഴും ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടാണ് കിടക്കുന്നത്. സോ എനിക്കത് ജസ്റ്റ് വേവോ ഒക്കെയുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമായിരുന്നു. സോ അതൊന്ന് ഞാൻ ട്രൈ ചെയ്തിട്ട് സക്സസ് ആണെങ്കിലും ഫെയിൽ ആണെങ്കിലും വന്നിട്ട് പറയാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ബോക്സ്. നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം കേട്ടോ. ഹെയർ എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ ആയി. ലാസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ഡ്രസ്സ് ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഐ ഷാഡോയും ഒരു പിങ്ക് അതുപോലത്തെ ഒരു ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ വരുമെന്ന് കണ്ടറിയാം. അത്ര എക്സ്പേർട്ടൊന്നും അല്ല, ബട്ട് സ്റ്റിൽ മനസ്സിലാഗ്രഹമുണ്ട് ഇങ്ങനെ വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് കണ്ണരിതാവുന്നുണ്ട് ഗൈസ്. എനിക്ക് വാല് മസ്റ്റാണ് ഗൈസ്, എനിക്ക് വാല് മസ്റ്റാണ്. ഓക്കെ, നമ്മുടെ മേൽവശം റെഡിയായി. നമ്മുടെ താഴെ വശം നമ്മുടെ കണ്ണാണ് ഇപ്പോഴും നമ്മുടെ ഒരു ഹൈലൈറ്റ്. മറ്ററിയിൽ കിടന്നല്ലേ. എന്താണ് നമ്മൾ കണ്ണെഴുതുമ്പോഴും പിരി എഴുതുമ്പോഴും മസ്കാര എഴുതുമ്പോഴും നമ്മുടെ വായൊക്കെ എങ്ങനെയൊക്കെയോ. നമ്മുടെ ലിപ്പാണ്. ലിപ്പ് ഞാൻ ലൈൻ ചെയ്തു. ഒരു ചെറിയ റെഡിഷ് പിങ്ക് ടോണാണ്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ടച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പോയി. സോ ഇനി നമുക്ക് ഡ്രസ്സ് എടുത്ത് കാണാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, നമുക്ക് വാച്ച് ഇടാം.
വെച്ചിട്ടു. ഇനി നമുക്ക് വടയിടാം. How is this? കൊള്ളാലോ അല്ലേ? ഇനി അടുത്ത പ്രശ്നം വരുന്നത് എന്താ പറയുക, കമ്മൽ. ഇത് ചേരുവോ ഇല്ലയോ എന്ന് ഇടോന്നോ, ഇത് ചേരുന്നുണ്ടോ? ഓക്കെ, ഇത് വേണോ അതോ ഇത് വേണം? ഇതിലേതാണ് ചേരുന്നത്? കമൻറ്റ് ചെയ്തു. ഓക്കെ, അമ്മ പറഞ്ഞു ഇതാണ് നല്ലതെന്ന്. ഓക്കെ, സോ അതിടാം. പിന്നെ ഈ പെയർ ഓഫ് ഹീൽസ് കൂടി ഇട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിയായി. കമൻറ്റ് ചെയ്യണേ ഞാൻ എങ്ങനെയുണ്ട് കാണാൻ, സുന്ദരിയാണോ, നന്നായിട്ടുണ്ടോ? ഓക്കെ, ഇതാണ് എൻ്റെ അപ്പൂപ്പൻ. അപ്പൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മൂമ്മ. അമ്മൂമ്മയും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും. ഓക്കെ, നമ്മുടെ മെയിൻ വിനോദമാണ് ഗൈസ് വെൽക്കം ഡ്രിങ്ക് കുടിക്കുക എന്ന് പറയുന്നത്. അതൊക്കെ ഒരു രസമല്ലേ? എനിക്ക് പിങ്ക്. ഇനിയാണ് നമ്മുടെ മെയിൻ വിനോദം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, റെഡി ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഓടാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു മാരത്തോൺ ഓട്ടത്തിന് എല്ലാവരും റെഡി ആവുന്നുണ്ട്. അങ്ങനെ ചോറെല്ലാം, പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു. ചോറ് രണ്ടു കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. നമ്മുടെ സദ്യ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സദ്യയില. ഇത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ. കുറച്ച് ചോറും പിന്നെ ഫുള്ള് കറിയും പിന്നെ ഒരു വശത്തിന് 2 വായും, അത്രയേ ഉള്ളൂ. താങ്ക് യു, സൂപ്പർ. അങ്ങനെ സദ്യ ഉണ്ട്. ക്ഷീണമാണ്. ഹായ് ഹായ് ഹായ്. സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കണ്ടോ, ഇത് അച്ഛൻ, അമ്മ, മോളുടെ ഭർത്താവ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ മോൾ. എന്താല്ലേ, അങ്ങനെ കൊച്ചുമോൾ. അങ്ങനെ അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കാണിക്കാൻ ഉണ്ടെങ്കിൽ കാണിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ വ്ളോഗ്. എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സസ്നേഹം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.